നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സപ്പോസ് നമ്മുടെ അഷോർ ആക്റ്റീവ് ഡയറക്ടറിയുടെ ഒരു യൂസറുടെ പാസ്വേഡ് അയാൾ മറന്നുപോയി, അല്ലെങ്കിൽ അയാൾ മാറ്റിയ സമയത്ത് അയാൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഏത് പാസ്വേഡ് ആയിരുന്നു അയാൾ വെച്ചത്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? സാധാരണ നമ്മൾ അഷോർ ആക്റ്റീവ് ഡയറക്ടറി അല്ലാതെ ഓൺ പ്രിമൈസ് ആക്റ്റീവ് ഡയറക്ടറിയുടെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു യൂസർ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഓൺ പ്രിമൈസ് ആക്റ്റീവ് ഡയറക്ടറിയുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ടിക്കറ്റ് ഓപ്പൺ ചെയ്ത് അയാൾ വേണം ആ യൂസറുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അഷോർ ആക്റ്റീവ് ഡയറക്ടറിയിൽ നമ്മൾക്കൊരു ഫീച്ചർ ഉണ്ട്, സെൽഫ് സർവീസ്. നമ്മുടെ പാസ്വേഡ് നമുക്ക് മറന്നുപോയാൽ നമുക്ക് തന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അഷോർ ആക്റ്റീവ് ഡയറക്ടറി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത്, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ അഷോർ പോർട്ടലിലേക്ക് വരിക, എന്നിട്ട് അവിടുന്ന് അഷോർ ആക്റ്റീവ് ഡയറക്ടറി എടുക്കുക, ലെഫ്റ്റ് സൈഡ് പേരിൽ നിന്ന് യൂസേഴ്സ് എടുക്കുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ യൂസേഴ്സും ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡ് പേനിൽ നിങ്ങൾക്ക് ഓൾ യൂസേഴ്സ്, ഡിലീറ്റഡ് യൂസേഴ്സ്, ഇതിന്റെ കണ്ടറിലായിട്ട് പാസ്വേഡ് റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ പാസ്വേഡ് റീസെറ്റ് എടുക്കുക. അപ്പൊ പാസ്വേഡ് റീസെറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സെൽഫ് സർവീസ് പാസ്വേഡ് റീസെറ്റ് എനേബിൾഡ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഈ പ്രോപ്പർട്ടീസിൽ, മാനേജിൽ പ്രോപ്പർട്ടീസിൽ ഈ ഒരു സംഭവം കാണാം. ഇവിടെ 3 ഓപ്ഷൻസ് ആണുള്ളത്: നണ്ണ്, സെലക്ടഡ്, ഓൾ. അതായത് കറന്റ് നണ്ണിലാണുള്ളത്, അതായത് ഒരു യൂസർക്ക് പോലും നമ്മൾ സെൽഫ് സർവീസ് പാസ്വേഡ് റീസെറ്റ് എനേബിൾ ചെയ്തിട്ടില്ല. പിന്നെയുള്ള ഒരു ഓപ്ഷൻ സെലക്ടഡ് ആണ്. സെലക്ടഡ് എന്നുള്ള കേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിനെയോ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലുള്ള യൂസേഴ്സിനോ, അതല്ലെങ്കിൽ രണ്ടോ പർട്ടിക്കുലർ ആയിട്ടുള്ള നല്ല ഹൈ പ്രിവിലേജ് ഉള്ള 2-3 യൂസേഴ്സിനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഓൾ യൂസേഴ്സ്, എല്ലാ യൂസേഴ്സിനും നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയാവുമ്പോൾ ഈ ഹെൽപ്പ് ഡെസ്കിലൊന്നും ഈ ഒരു പാസ്വേഡ് റീസെറ്റിന്റെ ഒരു ടിക്കറ്റ് നോർമലായിട്ട് ഓപ്പൺ ആയി വരില്ല. ഈ ഒരു ഹെൽപ്പ് ഡെസ്കിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ടിക്കറ്റ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ടിക്കറ്റിന്റെ നമ്പർ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫീച്ചറിലൂടെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് നമ്മുടെ എല്ലാ യൂസേഴ്സിന്റെയും സെൽഫ് സർവീസ് പാസ്വേഡ് റീസെറ്റ് എനേബിൾ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇവിടെ ക്ലിക്ക് സേവ് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാം, പാസ്വേഡ് റീസെറ്റ് പോളിസി സേവ്ഡ്. അതായത് നമ്മൾ എല്ലാ യൂസേഴ്സിനും സെൽഫ് സർവീസ് പാസ്വേഡ് റീസെറ്റ് പോളിസി എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു യൂസർ ലോഗിൻ ചെയ്ത് നോക്കാം. ഒരു യൂസറെ പാസ്വേഡ് മറന്നുപോയി എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലോഗിൻ ചെയ്യുമ്പോൾ എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ MS ധോണി എന്നുള്ള യൂസർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്ത് എൻഫോഴ്സ് ചെയ്തിട്ടുള്ളത് MS ധോണി എന്നുള്ള യൂസർക്കായിരുന്നു. അതുകൊണ്ട് MS ധോണി എന്നുള്ള യൂസർ വെച്ചാണ് കയറുന്നത്. സെൽഫ് സർവീസ് പാസ്വേഡ് റീസെറ്റ് സർവീസ് എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി ആ യൂസർ മൾട്ടിഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുള്ള യൂസർ ആവണമെന്ന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് MS ധോണി എന്നുള്ള യൂസർ വെച്ച് കയറാം. നെക്സ്റ്റ് അടിക്കും. പാസ്വേഡ് മറന്നുപോയി, അതുകൊണ്ട് തെറ്റായി ഏതെങ്കിലും ഒരു പാസ്വേഡ് അടിക്കാം. ഇപ്പൊ ഇവിടെ വരുന്ന യുവർ അക്കൗണ്ട് ഓർ പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ്, ഇഫ് യു ഡോണ്ട് റിമെമ്പർ യുവർ പാസ്വേഡ് റീസെറ്റ് ഇറ്റ് നൗ. അവിടെ ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് ഇറ്റ് നൗവിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് വേറൊരു വിൻഡോയിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഗെറ്റ് ബാക്ക് ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഹു ആർ യു, നമ്മുടെ യൂസർ നെയിം ഇവിടെ കൊടുക്കണം. അത് ഇവിടെ ഡീഫോൾട്ടായി വന്നിട്ടുണ്ട്, msdhoni@learnings2022outlook.onmicrosoft.com. ഇനി ഇവിടെ ഈ ക്യാപ്ച വേർഡ് ടൈപ്പ് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്, ലാസ്റ്റ് 15 വരുന്ന ഒരു മൊബൈൽ നമ്പർ ആണെന്നുള്ളത്. ഫുൾ മൊബൈൽ നമ്പർ നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ചെയ്യും, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കും. ഇപ്പൊ നമ്മുടെ മൊബൈലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും, അതിവിടെ ടൈപ്പ് ചെയ്യും, നെക്സ്റ്റ് കൊടുക്കും. ഇപ്പൊ നമുക്ക് പുതിയ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ഒരു പുതിയ പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ പാസ്വേഡിന്റെ സ്ട്രെങ്ത് ഇവിടെ കാണിക്കുന്നത് ഇതൊരു സ്ട്രോങ് പാസ്വേഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കൺഫേം ചെയ്യുക പാസ്വേഡ്, എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ആയി എന്നുള്ളത്. ഇനി ഒന്ന് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലിക്ക് ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ പുതിയ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എൻ്റെ ഓതന്റിക്കേറ്റർ ആപ്പിൽ ഞാൻ അപ്രൂവ് ചെയ്യണം നോട്ടിഫിക്കേഷൻ. ഓക്കെ, ഞാൻ അപ്രൂവ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം MS ധോണി എന്നുള്ള യൂസർ സൈൻ ഇൻ ആയിട്ടുണ്ട്. അതായത് നമുക്ക് പാസ്വേഡ് മറന്നു പോയാൽ ഇനി ഒരു ഹെൽപ്പ് ഡെസ്ക് ടിക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സർവീസ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ, അതായത് സെൽഫ് സർവീസ് പാസ്വേഡ് റീസെറ്റ് എന്നുള്ള സർവീസ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ യൂസർക്ക് സ്വന്തമായി അവരുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ടെക്സ്റ്റ് വെച്ചിട്ടും മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ കോളോ വെച്ച് അവർക്ക് ഓതന്റിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് തന്നെ അവരുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് അഷോർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.